Hello friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ടി ഡിസൈൻ എങ്ങനെയാണ് തുണിയിലേക്ക് വരച്ചെടുക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാം, ഇനി അതും അല്ലെങ്കിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഡിസൈൻ ട്രേസ് ചെയ്യാം. അതിന് എന്തെങ്കിലും ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ആ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് കാർബൺ ഷീറ്റ് വെച്ചിട്ട് ഡിസൈൻ ട്രേസ് ചെയ്യാം. ഇന്ന് അതാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് 2.5 മീറ്ററുള്ള കുർത്തിക്ക് വേണ്ടിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ മെറ്റീരിയൽ ഒന്ന് രണ്ടായിട്ട് മടക്കാം. എന്ന് പറഞ്ഞാൽ ലെങ്ത് വൈസിലാണ്. ലെങ്ത് വൈസിൽ ഇതേപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് കറക്റ്റ് നടുക്കാവുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുവാണ്. ഇനി നമുക്കതൊന്ന് വിഡ്ത്ത് വൈസിലും കൂടെ മടക്കിയെടുക്കണം. ഇതേപോലെ ഇട്ടിട്ട് വിഡ്ത്ത് വൈസിലും കൂടെ ഒന്ന് മടക്കിയെടുക്കുവാണ്. കണ്ടോ, ഇത് വിഡ്ത്ത് വൈസാണ്. ഇതേപോലെ പിടിച്ചിട്ട് കറക്റ്റ് നടുക്ക് വരുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതാണ് അതിൻ്റെ നടുക്കായിട്ട് വരുന്നത്. നെക്ക് നമുക്ക് ഇവിടെയായിട്ടാണ് വരുന്നത്. നമ്മൾ വിഡ്ത്ത് വൈസ് മടക്കിയെടുത്ത ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. അപ്പോൾ ഞാൻ നെക്ക് വരച്ചേക്കുന്നത് ഈ ഒരു രീതിയിലാണ്. കണ്ടോ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നെക്ക് മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെക്ക് എവിടെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഈ ഒരു ഡിസൈനാണ് നമ്മൾ ക്ലോത്തിലേക്ക് വരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നെക്കിൻ്റെ മാർക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഡിസൈൻ വരച്ചെടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ മടക്ക് പോലെയില്ലേ, ഇതാണ് നെക്കിൻ്റെ സെൻറ്റർ. അതേപോലെ ക്ലോത്തിൻ്റെ സെൻറ്റർ ഇതാണ്. അപ്പോൾ അത് രണ്ടും മാച്ച് ചെയ്യുന്ന പോലെ വേണം നമ്മൾ ഡിസൈന് വെച്ച് കൊടുക്കാനായിട്ട്. അതിൽ വ്യത്യാസമൊന്നും വരാൻ പാടില്ല, കറക്റ്റായിരിക്കണം ആ വെച്ച് കൊടുക്കുന്നത്. ഈ കാണുന്നതാണ് കാർബൺ ഷീറ്റുകൾ. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതാണെങ്കിൽ യെല്ലോ കളറുള്ള കാർബണാണ്, ഇതാണെങ്കിൽ റെഡും, മറ്റേ ഇതാണെങ്കിൽ വൈറ്റുമാണ്. അപ്പോൾ നമ്മുടെ ക്ലോത്തിനനുസരിച്ചാണ് നമ്മൾ കാർബൺ ഷീറ്റുകൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് വേണമെങ്കിലും അല്ലെങ്കിൽ യെല്ലോയോ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ. പക്ഷേ ഞാൻ റെഡ് യൂസ് ചെയ്താൽ ആ വൈറ്റ് കളറുള്ള ക്ലോത്ത് ആയതുകൊണ്ട് അതും കംപ്ലീറ്റ് സ്പ്രെഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ യെല്ലോ കാർബണാണ് യൂസ് ചെയ്യുന്നത്. ഇനി ക്ലോത്തിലേക്ക് കാർബൺ ഷീറ്റ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നെക്കിൻ്റെ ഹാഫ് പോർഷനിലാണ് ഞാൻ ഫസ്റ്റ് കാർബൺ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നെക്കിൻ്റെ ഹാഫേ ആയിട്ടുള്ളൂ. ഇനി ഹാഫ് പോർഷനും കൂടെ വരാൻ വേണ്ടി അടുത്ത കാർബൺ ഷീറ്റ് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ട്രേസ് ചെയ്യാനുള്ള പിക്ചറില്ലേ, അതും ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആ സെൻറ്ററായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആണോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഡിസൈൻ കിട്ടുള്ളൂ. ഇനി ഇതുപോലത്തെ ഹെഡ് പിൻസ് വെച്ചിട്ട് നമുക്ക് ആ ഡിസൈനും ക്ലോത്തും കാർബണും എല്ലാം കൂടി ഒന്ന് പിൻ ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതേപോലെ പിടിച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുവാണ്. ഇനി ഒരു പെൻസിൽ യൂസ് ചെയ്ത് നമുക്ക് ആ ഡിസൈനൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി ഷാർപ്പായിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല, കുറച്ച് ഷാർപ്പ്നെസ് കുറവുള്ള പെൻസിൽ വേണം നമ്മൾ ഈ ഡിസൈനൊക്കെ വരച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ പേപ്പറൊക്കെ കീറിപ്പോകും. ഫുൾ ഡിസൈനും വരച്ചെടുത്ത ശേഷം നമുക്ക് ആ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി ഏതെങ്കിലും പോർഷൻസിൽ ഡിസൈൻ തെളിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു പെൻസിൽ യൂസ് ചെയ്ത് അതൊന്നുകൂടി ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.